ഈ വീഡിയോയിൽ കുറേ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. അതിൽ പ്രത്യേകിച്ച് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് സ്വിറ്റ്സർലാൻഡിൽ ദാവോസിൽ നടക്കുന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ ട്രംപ്, അവിടെ തന്നെ തുടങ്ങാം. ട്രംപിൻ്റെ എയർഫോഴ്സ് 1 എന്ന് പറഞ്ഞ ആ വിമാനത്തിൽ ഒരു ചെറിയ തകരാറുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഫ്ലൈറ്റ് ഉപയോഗിച്ചില്ല. അതിന് പകരം വേറൊരു ഫ്ലൈറ്റ് കൊണ്ടുവന്നു. പിന്നെ അതിലാണ് ട്രംപ് യാത്ര ചെയ്തത്. ഈ എയർഫോഴ്സ് 1 എന്ന് പറഞ്ഞ ആ ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്തിട്ട് ലൈറ്റുകളുടെ ഫ്ലിക്കറിംഗ് ഉണ്ടായി. ആ ലൈറ്റുകളുടെ ഫ്ലിക്കറിംഗ് ഉണ്ടായതിനെ തുടർന്ന് സാങ്കേതിക തകരാറ് ഉണ്ടാകുമോ എന്നുള്ളൊരു പേടിയിൽ ഈ ഫ്ലിക്കറിംഗ് ചെയ്യുന്ന ലൈറ്റിൻ്റെ പ്രശ്നം എന്താണെന്ന്, ഇലക്ട്രിക് സർക്യൂട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട് അതിനെ തിരിച്ച് തറയിലിറക്കി. എന്നിട്ട് വേറൊരു വിമാനത്തിലാണ് ട്രംപ് യാത്ര ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് 2.5 മണിക്കൂർ താമസിച്ചാണ് ട്രംപ് വേൾഡ് എക്കണോമിക് ഫോറം അഡ്രസ്സ് ചെയ്യാൻ എത്തിയത്. ഈ എയർഫോഴ്സ് 1 എന്ന് പറഞ്ഞ ആ വിമാനത്തിൽ ഉണ്ടായ ഈ ഒരു പിഴവ് വളരെ ഗുരുതരമായിട്ട് തന്നെയാണ് അമേരിക്കയിൽ അന്വേഷിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനൊരു പിഴവ് സംഭവിച്ചു? അത് ഇത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വേൾഡിലെ തന്നെ നമ്പർ 1 അമേരിക്കയുടെ പ്രസിഡന്റ് യാത്ര ചെയ്യുന്ന വിമാനത്തിൽ ഉണ്ടായ ഒരു പിഴവെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പിഴവ് തന്നെ വരാൻ പാടില്ല എന്നുള്ളതാണ്. ശരിക്കും അങ്ങനെ തന്നെയാണ് അതിൻ്റെ പ്രോട്ടോകോൾ. അപ്പോൾ അത് കൃത്യമായിട്ട് അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട അധികൃതരുടെ കയ്യിൽ നിന്നും അവർ ചോദിച്ച് വാങ്ങും. അമേരിക്കൻ എയർഫോഴ്സാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് എയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ നേരെ ദാവോസിലേക്ക് വന്നു കഴിഞ്ഞാൽ, ദാവോസിൽ പ്രസിഡന്റ് ട്രംപ് വന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ തുടങ്ങിയത് തന്നെ മാസ്സായിട്ടുള്ള ഡയലോഗാണ്. മാസ്സായിട്ടുള്ള ഡയലോഗ് എന്ന് പറഞ്ഞാൽ വന്ന ഉടനെ വിളിച്ച് പറഞ്ഞത് ഒരുപാട് സുഹൃത്ത് രാജ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ആൾക്കാർ കുറേ ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ കുറച്ച് എനിമീസും ഉണ്ടെന്നാണ് പറഞ്ഞത്. അതായത് കുറച്ച് ശത്രുക്കളും കൂടി ഉണ്ട് ഇപ്പം എന്നാണ് പറഞ്ഞു തുടങ്ങിയത്. Well, thank you very much, Larry. It's great to be back in beautiful Davos, Switzerland, and to address so many respected business leaders, so many friends, few enemies, and all of the distinguished guests. It's a who's who, I will say that. പുതിയ ശത്രുക്കൾ എന്ന് ഉദ്ദേശിച്ചത് യൂറോപ്യൻ രാജ്യങ്ങളെയാണ്. കാരണം ഈ ഗ്രീൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണല്ലോ പ്രധാനമായിട്ട് കത്തി നിൽക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ പ്രധാനമായിട്ട് പുള്ളിക്കാരൻ ആദ്യം പറഞ്ഞു വെച്ചത്, അമേരിക്കയുടെ എക്കോണമി സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ മറ്റുള്ളവരൊക്കെ ഈ ലോകത്ത് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ, മറ്റുള്ളവർക്കും കൂടി ആ ഒരു സാമ്പത്തിക മുന്നേറ്റം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ എല്ലാവരും കൂടി അമേരിക്കയെ നന്നാക്കണമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. അമേരിക്ക ഇപ്പോഴും സ്ട്രോങ് ആണ്, എക്കാലത്തേക്കും അമേരിക്ക സ്ട്രോങ് ആയിട്ട് നിൽക്കണം, അതിന് അമേരിക്കൻ എക്കോണമിയെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. മെനി റെസ്പെക്ട്ഫുൾ മെമ്പേഴ്സ് ആർ അറ്റൻഡ് ദിസ് മീറ്റിംഗ്, ആൾസോ ഫ്യൂ എനിമീസ് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. യൂറോപ്പ് വേൾഡ് വാറിന് ടൈം ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. യൂറോപ്പ് വേൾഡ് വാർ ടൈം ഓർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അമേരിക്ക വേൾഡ് വാറിൽ ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ യൂറോപ്യൻസ് എല്ലാം ജാപ്പനീസ് ലാംഗ്വേജ് സംസാരിച്ചുകൊണ്ട് നടക്കുമായിരുന്നു എന്നൊരു മോക്കിംഗ് ഡയലോഗ് കൂടി പറഞ്ഞിട്ടുണ്ട്. ട്രംപ് ശരിക്കും ഈ സ്കോട്ട്ലാൻഡും ഗ്രീൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് 500 വർഷത്തെ ചരിത്രമൊക്കെയാണ് എടുത്ത് പറയുന്നത്. ഈ 500 വർഷത്തെ ചരിത്രമൊക്കെ നമ്മൾ എടുത്ത് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പല രാജ്യങ്ങളുടെയും ചരിത്രം നമ്മൾ ചകഞ്ഞെടുക്കേണ്ടി വരും. അത് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു മെത്തേഡല്ല. ശരിക്കും ഗ്രീൻലാൻഡിനെ അമേരിക്കയ്ക്ക് എടുക്കാം, അത് സ്വമേധയെ എടുക്കാന്നേ ഉള്ളൂ, അതിൽ വലിയ കാര്യമൊന്നുമില്ല. അതും കൂടി ട്രംപ് ഇപ്പോൾ പറയുന്നുണ്ട്. നിങ്ങൾ മിലിറ്ററി ഡിപ്ലോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ നടത്തുന്നു എന്നുള്ളത് ഞാൻ അറിയുന്നുണ്ട്. അമേരിക്ക ആത്മാർത്ഥമായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കാൻ കഴിയും. പക്ഷേ എൻ്റെ താല്പര്യം അതല്ല. എക്കാലത്തും ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് യൂറോപ്യൻസ്, സോ നിങ്ങൾ സ്വമേധയാ തരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ മിലിറ്ററി ഡിപ്ലോയ്മെൻറ്റ് നടത്താൻ എനിക്ക് 10 മിനിറ്റ് മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൂടെ ഡെൻമാർക്കിന് ഒരു കൊട്ട് കൊടുത്തിട്ടുണ്ട്. ഡെൻമാർക്കിനടുത്ത് പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 200 മില്യൺ ഗ്രീൻലാൻഡിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഡെൻമാർക്ക് സ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ 200 മില്യൺ പോയിട്ട് പറഞ്ഞ കണക്കുള്ള തുകകളൊന്നും തന്നെ ഗ്രീൻലാൻഡിന് വേണ്ടിയിട്ട് ഡെൻമാർക്ക് സ്പെൻഡ് ചെയ്തതായിട്ട് എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും കൂടി പറയുന്നുണ്ട്. അതായത് ഗ്രീൻലാൻഡിനെ ആരെങ്കിലും ഒക്കുപൈ ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ മാത്രമല്ല ഡെൻമാർക്ക് ഇങ്ങനെ വാലും പൊക്കിക്കൊണ്ട് വരേണ്ടത്. ഡെൻമാർക്ക് ആത്മാർത്ഥമായിട്ട് ഗ്രീൻലാൻഡിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഡെൻമാർക്ക് ചിന്തിച്ച് നോക്കേണ്ടതാണെന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. എംബസൈസിങ് അമേരിക്കാസ് റോൾ ഇൻ ആഫ്റ്റർ വേൾഡ് വാർ 2 അതും കൂടി പുള്ളിക്കാരൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് കൃത്യമായിട്ട്. ഗ്രീൻലാൻഡ് സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അമേരിക്കയ്ക്ക്. അമേരിക്ക ഞങ്ങളെ ഒരു ഗോൾഡൻ ഡോം, അതാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അത് അമേരിക്കയുടെ സെക്യൂരിറ്റിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് കാനഡയും കൂടി ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് കുത്തി പറഞ്ഞിട്ടുണ്ട്. കാനഡയ്ക്ക് പറഞ്ഞത് വേറെ ഒന്നുമല്ല, കാനഡ ഫ്രീ ബീസ് ആണ്. ഞങ്ങൾ എന്തെല്ലാം തരത്തിൽ എഫേർട്ട് ഇട്ട് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നുണ്ടോ അതെല്ലാം കാനഡ ബൈ ഡീഫോൾട്ട് അതിൻ്റെ ബെനിഫിഷ്യറി ആവുകയാണ്. ശരിക്കും കാനഡ 2 അമേരിക്കയുടെയും നടുക്ക് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സെക്യൂരിറ്റി വളരെ ഫ്രീ ആയിട്ട് അവർ അമേരിക്കൻ സെക്യൂരിറ്റി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കാനഡയിലെ പ്രൈം മിനിസ്റ്റർ ചൈന വിസിറ്റ് ചെയ്ത് വന്നതിൻ്റെ ആ ഒരു ദേഷ്യം കൃത്യമായിട്ട് ട്രംപ് കാണിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനെ തുടർന്ന് ചൈനയ്ക്കും കൂടി 2 സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ചൈനയ്ക്കെതിരെ പറഞ്ഞത് വേറെ ഒന്നുമില്ല,
യൂറോപ്പ് വിൻഡ് മിൽ, നിങ്ങൾ ഈ വിൻഡ് മിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇലക്ട്രിസിറ്റി ഉൽപ്പാദനം, അതായത് ഈ കാറ്റാടി വെച്ചുകൊണ്ടുള്ള ഇലക്ട്രിസിറ്റി ഉൽപ്പാദനം, അത് എന്തുമാത്രം നഷ്ടക്കച്ചവടമാണെന്ന് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കാറ്റാടിയുടെ പുറകിൽ നിങ്ങൾ നടക്കുന്നത്? ഇതിന്റെ ഉൽപ്പാദകരാരാണ്? ഈ കാറ്റാടിയുടെ മാനുഫാക്ചറിംഗ് ആരാണ്? ചൈനയാണ്. നിങ്ങൾ എൻറ്റയർ പാർട്സുകൾ കംപ്ലീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയിൽ നിന്നാണ്. ഇങ്ങനെ മാസമായിട്ടുള്ള മാനുഫാക്ചറിംഗ് നടത്തി കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഈ കാറ്റാടി ശരിക്കും നമുക്ക് ലാഭമല്ല, നഷ്ടമാണ്. അതിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി നമുക്ക് നഷ്ടക്കച്ചവടമാണെന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. അതിനെ തുടർന്ന് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ചൈനയിൽ കണ്ടിട്ടുണ്ടോ ഇതേപോലത്തെ കാറ്റാടികൾ? അവിടേക്ക് വളരെ കുറവാണ് അവരിത് കൂടുതൽ ഉപയോഗിക്കുന്നത്. അവർ കച്ചവട താല്പര്യത്തിൽ മാത്രം ഇത് നിർമ്മിച്ച് മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇത് കയറ്റി അയച്ച് പൈസ ഉണ്ടാക്കുകയാണ്. അല്ലാതെ ഇതിനകത്ത് വേറെ ഒരു പ്രത്യേകതയില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ അതുപോലെ തന്നെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് എനർജി, അതുപോലെ തന്നെ ഫോസിൽ ഫ്യൂവൽ, അതേപോലെ കൽക്കരി കത്തിച്ചുള്ള ഇലക്ട്രിസിറ്റി ഉൽപ്പാദനം, ഇതൊക്കെയാണ് ട്രംപ് പ്രോത്സാഹിപ്പിക്കുന്നത്. അതായത് ട്രംപിന്റെ ബിസിനസ് താല്പര്യം കൂടി ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുകയുണ്ടായി. മറ്റു പല മാർഗ്ഗങ്ങളിലൂടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ് എനർജി മെത്തേഡ് ആവാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അമേരിക്ക പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ് എനർജി പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് UAEയും ഇന്ത്യയും തമ്മിൽ ശക്തമായ രീതിയിലുള്ള എഗ്രിമെന്റുകൾക്ക് ധാരണയായിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ ആയിട്ട് അത് കിടപ്പുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വെച്ചേക്കാം. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഞാൻ പിൻ ചെയ്തേക്കാം. ബോണ്ട്, US ട്രഷറി ബോണ്ട് ഗ്രീൻലാൻഡ് ഓൾറെഡി പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഓരോന്നായിട്ട് ഗ്രീൻലാൻഡ് വിറ്റ് തുടങ്ങിയിരിക്കുകയാണ്. അമേരിക്കയുടെ ഒരു അഗ്രസീവായിട്ടുള്ള പെരുമാറ്റം കൊണ്ട് ഗ്രീൻലാൻഡ് ഈ ബോണ്ടുകൾ വിറ്റ് തുടങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ജപ്പാൻ 40 വർഷമായിട്ട് അമേരിക്കൻ ബോണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്ലോലി ഇത് വിറ്റാൽ എന്താണ് എന്നുള്ള ചിന്താഗതിയിലേക്ക് പോവുകയാണ് ജപ്പാൻ. ഇന്നലെ ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ സനെ തക്കൈഷി ഇതിനെക്കുറിച്ച് പാർലമെന്റിൽ സംസാരിച്ചു. നവംബർ മാസത്തിന് മുമ്പായിട്ട് ഇലക്ഷൻ സംഘടിപ്പിക്കണം ജപ്പാനിൽ. അതിനു മുന്നേ മാക്സിമം ഈ ബോണ്ടുകൾ വിറ്റഴിക്കാനുള്ള മാർഗം കൂടി നമ്മൾ നോക്കണം എന്ന് പറയുന്നുണ്ട്. ഈ ബോണ്ടുകൾ ഇങ്ങനെ മറ്റുള്ള രാജ്യങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ ഡോളറിന്റെ മൂല്യം ഇടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം തന്നെ 104 ഇരുന്ന ഡോളർ ഏതാണ്ട് 98.44 എന്നുള്ള നിലയിലാണ് എത്തിയിരിക്കുന്നത്. 98.44, 98.64 ഈ റേഞ്ചിലാണ് ഇപ്പം നിന്ന് കളിക്കുന്നത്. അതായത് ഡോളറിന്റെ ട്രേഡ് മൂല്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് ഇന്ത്യൻ റുപ്പിയുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ത്യൻ റുപ്പിയെ കുറിച്ചല്ല പറയുന്നത്, ഡോളറിന്റെ വിനിമയ നിരക്കാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡോളറിന്റെ മൂല്യം ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്കയുടെ ട്രംപിന്റെ സ്ഥിരതയില്ലാത്ത ഡിക്ലറേഷൻസ്, നിയമങ്ങൾ, ഡെയിലി ഓരോ പുതിയ പുതിയ അഭിപ്രായങ്ങൾ, ഇതിനെ തുടർന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിൽ നല്ല രീതിയിൽ ആടി ഉലഞ്ഞാണ് മുന്നോട്ട് പോകുന്നത്. എപ്പോഴും ഒരു വോളറ്റൈലിറ്റി ഉണ്ട്. ട്രംപ് വന്നതിന് ശേഷം തുടർച്ചയായിട്ട് ഈ ഒരു വോളറ്റൈലിറ്റി കണ്ടിന്യൂ ചെയ്യുകയാണ് തുടർച്ചയായിട്ട്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിനൊക്കെ കോൺഫിഡൻസ് ഇല്ല. ആ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ ഗോൾഡിലാണ് നിക്ഷേപം ഇറക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചോണം, ട്രംപ് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ 60,000 ഇരുന്ന സ്വർണം ഇന്ന് ഏതാണ്ട് 1,10,000 ആയിരിക്കുകയാണ്. ഒരു പവൻ സ്വർണത്തിനുള്ള വിലയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെട്ട രീതി. അപ്പോൾ ഈ രീതിയിൽ ഗോൾഡിനെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രസ്റ്റ് ചെയ്യുന്നത്. മറ്റുള്ള പല രാജ്യങ്ങളും അവരുടെ ഡോളർ റിസർവ്ഡ് കറൻസി വിറ്റഴിച്ചുകൊണ്ട് ഗോൾഡ് നിക്ഷേപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗോൾഡ് ശേഖരം റിസർവ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇപ്പം പല രാജ്യങ്ങളും അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് സ്വർണത്തിന്റെ വില നിരന്തരം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചോണേ, സ്വർണത്തിന്റെ വില ഇരട്ടിയായിരിക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു 10,000 രൂപയുടെ കുറവേ ഉള്ളൂ. 60,000 ഇരുന്ന സ്വർണം 1,10,000 ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത്രമാത്രം അൺസർട്ടനിറ്റി, ഒരു വോളറ്റൈലിറ്റി ഉണ്ട്. ട്രംപ് പറയുന്നത് നാറ്റോ അലയൻസ് അമേരിക്ക അല്ലെങ്കിൽ വളരെ വീക്കാണ്. അമേരിക്കയാണ് അതിൻ്റെ 70% ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഞങ്ങൾ അമേരിക്ക എന്ന് പറഞ്ഞ മേജർ പവർ ഇല്ല എന്നുണ്ടെങ്കിൽ നാറ്റോ ഒന്നുമല്ല. അമേരിക്ക അതിൽ നിന്ന് മാറുന്നുണ്ടെങ്കിൽ നാറ്റോ എന്ന് പറഞ്ഞൊരു സംഘടനയേ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാറ്റോയൊക്കെ ഒന്നുമല്ല എന്നുള്ള രീതിയിലാണ് ട്രംപ് സംസാരിച്ചത്. ഇതിൽ പരം നാണക്കേടുണ്ടോ? അതായത് വിളിച്ചു വരുത്തി അപമാനിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ട്രംപ് പറഞ്ഞു വെച്ചത്. ഇതൊക്കെ ഉളുപ്പില്ലാതെ നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും കേട്ടിട്ട് അവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാനെതിരെയുള്ള നീക്കങ്ങൾ അത് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അതായത് ഇതിനകത്തൊരു കോൺസ്പിറസി തിയറിയും കൂടി ഉണ്ട്. അതും കൂടി ഞാൻ പറഞ്ഞു വെച്ചേക്കാം. കാരണം ഇത് കോൺസ്പിറസി ആണോ, ഇനി ഇത് നടക്കാൻ പോകുന്ന ഒരു ഫാക്റ്റ് ആണോ എന്നുള്ളത് നമുക്കറിയില്ല. നിലവിൽ ഇത് കോൺസ്പിറസി ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോൺസ്പിറസി ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്തും പറയുന്നത്. അതിന് മുമ്പ് തന്നെ ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിലായിക്കോട്ടെ, യൂറോപ്പിലായിക്കോട്ടെ, അവിടെയൊക്കെ തന്നെ അമേരിക്ക വലിയ തോതിൽ എയർക്രാഫ്റ്റ്, റീഫ്യൂവലർ എയർക്രാഫ്റ്റുകൾ കൊണ്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. ഇത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഇറാന്റെ മേളിലെങ്ങാനും ഒരു ആക്രമണം നടത്തണമെന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ കൃത്യമായിട്ട് അവരുടെ എല്ലാ എക്യൂപ്മെന്റ്സും റെഡിയാക്കുകയാണ് അമേരിക്ക. ഇത് എന്തിനാണെന്ന് നമുക്കറിയില്ല. ഒരു സൈഡിൽ സിറിയയ്ക്കുള്ളിൽ തകൃതിയായിട്ടുള്ള നീക്കങ്ങൾ, ഈ കുർദുകൾ അവിടെ നിന്ന് സ്വമേധയെ ഇറങ്ങിപ്പോവാണ്. ഇവരെന്തുകൊണ്ടാണ് സ്വമേധയെ ഇറങ്ങിപ്പോകുന്നത്? ഇതിന്റെ പുറകിൽ അമേരിക്കയുടെ കളിയുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. സിറിയയ്ക്കുള്ളിലാണെങ്കിൽ തയ്യബ് എർദോഗന് നല്ല രീതിയിലുള്ള ഡോമിനേഷൻ കിട്ടിയിട്ടുണ്ട്. തയ്യബ് എർദോഗനും HTS കൂടി ചേർന്നിട്ട് കുർദുകളെ അടിച്ചങ്ങ് ഒതുക്കുകയാണ്. നിരവധി പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ഒരുപാട് ജയിലുകളൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട്. ആ ജയിലുകളിൽ നിന്നുള്ള ISI ഭീകരന്മാരെല്ലാം തന്നെ ഇന്ന് സിറിയയ്ക്കുള്ളിൽ ഇറങ്ങി വന്നിട്ടുണ്ട്.
അതായത് ഇനി ISIൽ പെട്ട ആരും തന്നെ ഇപ്പോൾ തടവിലില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. റക്ക സ്റ്റേറ്റ് ആയിക്കോട്ടെ, അതേപോലെ ഹസാക്ക എന്ന് പറഞ്ഞ ആ ഏരിയ ആയിക്കോട്ടെ, അവിടെ എല്ലാ ജയിലും പൊളിച്ച് ISI ഭീകരന്മാരെ എല്ലാം തന്നെ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പം തുടർന്ന് ഈ കുർദുകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ തുടരുന്നുണ്ട്. ആ സാഹചര്യത്തിൽ അമേരിക്ക ശരിക്കും ഇത് കോൺസ്പിറസി തിയറി ആയിട്ടാണ് ഇപ്പോൾ നിലവിൽ പറയപ്പെടുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇറാനെ ആക്രമിച്ച് ഇറാനെ 3ആയിട്ട് ഭാഗിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അത് മിഡിൽ പോർഷൻ, ഇപ്പുറത്ത് ബലൂചിസ്ഥാനികളുടെ സിസ്റ്റാൻ ബലൂചിസ്ഥാൻ ഒരു സെപ്പറേറ്റ് രാജ്യമായിട്ടും, ഇപ്പുറത്ത് കുർദുകൾ താമസിക്കുന്ന ഏരിയ കുർദുകൾക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ആയിട്ടും, നടുക്കുള്ള സ്ഥലം ശരിക്കും പേർഷ്യൻ ഇറാൻ എന്നുള്ള നിലയിൽ ഇറാനെ ചെറിയ രാജ്യമായിട്ട് കീറി മുറിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് വാർത്തകൾ വരുന്നത്. ഇതൊരു കോൺസ്പിറസി വാർത്തയാണ്, പക്ഷേ ഇങ്ങനെയാണ് ആ കോൺസ്പിറസി സംസാരിക്കുന്നത്. അപ്പം ഈ സിറിയയുടെ ഉള്ളിലുള്ള കുർദുകളെല്ലാം കൂടി ചേർത്ത് ഇറാഖിലേക്കും ഇറാനിലേക്കും കൂടി സെറ്റിലാക്കാനുള്ള ഒരു പദ്ധതിയാണ് അമേരിക്ക ഒരുക്കുന്നതായിട്ട് ചില സ്പെസിഫിക് മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്രമാത്രം സത്യസന്ധമായിട്ടുള്ള കാര്യമുണ്ടെന്ന് നമുക്കറിയില്ല. തീർച്ചയായിട്ടും ഇപ്പം നിലവിൽ അവിടെയൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞാനിത് ഒന്ന് പറഞ്ഞു പോയേക്കാം എന്ന് വിചാരിച്ചതാണ്. അപ്പം അതായത് ഇറാനാണ് ടാർഗറ്റ്, ഇറാനെ 3ആയിട്ട് ഭാഗിക്കുക എന്നുള്ളതാണ് അജണ്ട. എന്നിട്ട് ഈ മിഡിൽ പോർഷൻ, അതായത് എണ്ണ സമ്പത്തുകൾ മൊത്തം അമേരിക്ക കൈക്കലാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള വാർത്ത ഇറാൻ തന്നെ കൺഫേം ചെയ്യുന്നുണ്ട്. ഇറാന്റെ സൈഡിൽ തന്നെ അമേരിക്കയുടെ അജണ്ട ഇതാണെന്നുള്ള രീതിയിലാണ് ഇറാന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാർത്തകൾ. അപ്പോൾ എന്തായാലും ഇറാനുമായിട്ടുള്ള യുദ്ധം ഇന്നെവിറ്റബിൾ ആണ്. അതായത് ഇറാനുമായിട്ടുള്ള യുദ്ധം നടന്നേ തീരൂ, അത് നടക്കാതെ യാതൊരു മാർഗ്ഗവുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറാൻ മുട്ടുമടക്കി ന്യൂക്ലിയർ എഗ്രിമെന്റിൽ JCPOA ആ ഒരു എഗ്രിമെന്റിൽ സൈൻ ചെയ്യണം. അതിൽ സൈൻ ചെയ്യാൻ ഇറാൻ തയ്യാറല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാന്റെ സിദ്ധാന്തം, ഇറാന്റെ പ്രിൻസിപ്പിൾ, ഇറാന്റെ ഫണ്ടമെന്റലിസം ഓൾവേസ് എഗെയിൻസ്റ്റ് അമേരിക്ക. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഒരു യുദ്ധം അനിവാര്യമാണ്. അത് അമേരിക്ക അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷേ അതേസമയം അത് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോക്ക് സാധ്യമല്ല എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഇനിയും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നതായിരിക്കും. നിലവിൽ ഈ 3ആയിട്ട് ഭാഗിക്കുക എന്നുള്ള ആ ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞ കോൺസ്പിറസി എന്ന് പറയുന്നത്. അതുപോലെ ഈ കുർദുകളെ തുർക്കി സിറിയ ഭാഗങ്ങളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഇറാഖ് ഇറാൻ ഭാഗങ്ങളിൽ സെറ്റിൽ ചെയ്യിപ്പിച്ച് അവർക്കൊരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ശ്രമിക്കുന്നതായിട്ടുള്ള വാർത്ത, അതാണ് കോൺസ്പിറസി. അപ്പോൾ എന്തായാലും കുറേ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.